ഹലോ ലീഡേഴ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ വിട്ടിട്ടുള്ള ഈ ഒരു 3 പ്രൊഡക്റ്റുകൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പ്രൊഡക്റ്റുകളാണ് ഇവിടെ വിട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒന്ന് ഇൻവിഗോ ന്യൂട്രീഷണൽ പ്രോട്ടീൻ പൗഡർ, അതുപോലെ തന്നെ കൊളസ്ട്രം, അംല. ഇത് മൂന്നും നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളാണ് കുട്ടികൾക്ക് കിട്ടുന്നത്. അപ്പോൾ കുട്ടികൾക്ക് നല്ല വളർച്ചയ്ക്ക്, അതുപോലെ തന്നെ നല്ലൊരു എനർജിക്ക്, ഇടയ്ക്കിടെ വരുന്ന അസുഖങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഇതിനൊക്കെ നമ്മൾ ഇൻവിഗോ പ്രോട്ടീൻ പൗഡർ കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ശരീരത്തിൻ്റെ സെൽ ലെവൽ മെയിൻ്റെനൻസിന് പ്രോട്ടീൻ അത്യാവശ്യമാണ്. രോഗാണുക്കളെ തടയാനും ശരീരത്തിലെ ട്രാൻസ്പോർട്ടേഷൻ നടക്കാനും അമിത വിശപ്പ് ഒഴിവാക്കാനും ഓർമ്മക്കുറവ്, അതുപോലെ തന്നെ ശ്രദ്ധക്കുറവ്, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും, അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ കുറച്ചൊക്കെ നടക്കുമ്പോഴേക്കും കാലുവേദന എന്ന് പറയുന്നതൊക്കെ പല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ. കാലുവേദനയൊക്കെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻവിഗോ പ്രോട്ടീൻ പൗഡർ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന ഒരു മസിൽ പെയിന് അതിനൊക്കെ നല്ലൊരു വ്യത്യാസം ഇൻവിഗോ പ്രോട്ടീൻ പൗഡർ കൊടുക്കുകയാണെങ്കിലുണ്ട്. അതുപോലെ തന്നെ തലച്ചോറിലെ കോശങ്ങളിലേക്കുള്ള കണക്ടിവിറ്റി കുറയുമ്പോഴാണ് കുട്ടികൾക്ക് ശ്രദ്ധക്കുറവ്, ഓർമ്മക്കുറവ്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ അതിൽ ധാരാളം DHA ഫാറ്റി ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ ആ പ്രശ്നങ്ങളിൽ നിന്നും കുട്ടികളെ രക്ഷപ്പെടുത്താൻ പറ്റും. കുട്ടികൾക്ക് നല്ലൊരു മെമ്മറി പവർ കൂട്ടാനും അവരുടെ പഠനത്തിലൊക്കെ നല്ലൊരു വ്യത്യാസമൊക്കെ നമ്മൾ ഇൻവിഗോ പ്രോട്ടീൻ പൗഡർ കൊടുക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ B1, B2, B3, B6, B12 ഇത്രയും വൈറ്റമിൻസും അതുപോലെ തന്നെ മിനറൽസും ഒക്കെ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ലൊരു പ്രതിരോധ ശേഷി കൂട്ടാനും, അതുപോലെ തന്നെ കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് ഇങ്ങനെയൊക്കെയുള്ള മിനറൽസും ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് എല്ലിൻ്റെ ആരോഗ്യം നിലനിർത്താനും നല്ല വളർച്ചയ്ക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒട്ടനവധി ഗുണം ഉള്ള നല്ലൊരു സൂപ്പർ പ്രൊഡക്റ്റാണ് നമ്മുടെ ഇൻവിഗോ പ്രോട്ടീൻ പൗഡർ. അപ്പോൾ ഇത് എല്ലാവരും കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കുക. നല്ലൊരു റിസൾട്ടുള്ളൊരു അടിപൊളി പ്രൊഡക്റ്റാണ്. കുട്ടികളുടെ വ്യത്യാസം നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയുക. ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെ കുട്ടികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റാണ് കൊളസ്ട്രം ക്യാപ്സ്യൂൾ. ഇതും കുട്ടികൾക്ക് നല്ല പ്രതിരോധ ശേഷി കൂട്ടാനും കോശങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനും അതുവഴി കുട്ടികൾക്ക് നല്ലൊരു ഇമ്മ്യൂണിറ്റി പവറൊക്കെ കൂട്ടിയെടുക്കാനും മാനസികാരോഗ്യം നിലനിർത്താനും, അതുപോലെ തന്നെ അലർജിയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ കുട്ടികളെ ആണെങ്കിലും മുതിർന്നവരെയൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന നല്ലൊരു സംഭവമാണ് നമ്മുടെ കൊളസ്ട്രം ക്യാപ്സൂൾ. അതുപോലെ ദഹന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ടീരിയൽ വൈറൽ ഇൻഫെക്ഷനെ തടയുന്നു. ഇങ്ങനെ രോഗങ്ങൾ വരാതിരിക്കാൻ കുട്ടികളെ ആണെങ്കിലും മുതിർന്നവരെ ആണെങ്കിലും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ് കൊളസ്ട്രം ക്യാപ്സൂൾ. നല്ല വളർച്ചയ്ക്കും അതുപോലെ തന്നെ നല്ല മെമ്മറി പവർ കൂട്ടാനും ഒക്കെ ഏറ്റവും നല്ലതാണ് കൊളസ്ട്രം ക്യാപ്സൂൾ. അപ്പോൾ ഇതൊക്കെ കുട്ടികൾക്ക് നിത്യേന ഓരോന്ന് കൊടുക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരാതിരിക്കാൻ, എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൂടി നടക്കുന്ന ആ ഒരു പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ കൊളസ്ട്രം ക്യാപ്സൂളൊക്കെ നിത്യേന കുട്ടികൾക്ക് ഓരോന്ന് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കേണ്ട മറ്റൊരു അടിപൊളി പ്രോഡക്റ്റാണ് അംല ക്യാപ്സൂൾ. അംല നെല്ലിക്ക ഉണക്കി പൊടിച്ച് ക്യാപ്സൂൾ രൂപത്തിൽ വരുന്നതാണ്. അപ്പോൾ ഇന്ന് തന്നെ കുട്ടികൾക്ക് നല്ലൊരു ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ, അതായത് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ പ്രതിരോധ ശേഷി കൂട്ടാനും ഇടയ്ക്കിടെ വരുന്ന അസുഖങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും കൃമിശല്യം ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നല്ലപോലെ ഭക്ഷണം കഴിക്കാനും, അതുപോലെ തന്നെ കഴിച്ച ഭക്ഷണം ശരീരത്തിൽ പിടിക്കാനും അവർക്ക് എല്ലിനും അതുപോലെ തന്നെ കണ്ണിനും പല്ലിനും ഒക്കെ നല്ലൊരു ആരോഗ്യം കൊടുക്കുന്ന നല്ലൊരു പ്രൊഡക്റ്റാണ് അംല ക്യാപ്സൂൾ. അപ്പോൾ കുട്ടികൾക്ക് നിത്യേന ഓരോ അംല ക്യാപ്സൂളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ അസുഖങ്ങൾ കാരണം വെറുതെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൂടി നടക്കേണ്ട പ്രശ്നം വരുന്നില്ല. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുട്ടികൾക്ക് ജലദോഷം, പനി, ചുമ, കഫക്കെട്ട് ഇങ്ങനെയൊക്കെയുള്ള ഓരോ പ്രശ്നങ്ങൾ കാരണം വെറുതെ കുട്ടികൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൂടി കൊണ്ട് നടക്കും. അവർക്ക് പ്രതിരോധ ശേഷി കുറഞ്ഞത് കൊണ്ടാണ് പല പല അസുഖങ്ങളും അവർക്ക് ഇടയ്ക്കിടെ വരാനുള്ള കാരണം. അപ്പോൾ വീണ്ടും നമ്മളിങ്ങനെ അവർക്ക് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പ്രതിരോധ ശേഷി വീണ്ടും
കുറയുക മാത്രമേ ചെയ്യുള്ളൂ. അവർക്ക് ഒരിക്കലും പ്രതിരോധശേഷിയോ ആരോഗ്യമോ വീണ്ടും കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിച്ചു കഴിഞ്ഞാൽ ഇടക്കിടക്ക് അസുഖങ്ങൾ വരാതെ അവരെ സംരക്ഷിക്കാൻ പറ്റും. വെറുതെ ആവശ്യമില്ലാതെ മരുന്നുകൾ കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇടക്കിടക്ക് ഈ ഒരു പ്രൊഡക്റ്റുകൾ നമ്മൾ വാങ്ങി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. കുട്ടികളുടെ ആരോഗ്യം തന്നെയാണ് നമ്മളുടെ സമ്പത്ത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ ഒരു പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങി കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ ശ്രദ്ധിക്കുക. ഈ ഒരു മഴക്കാലം ആകുമ്പോൾ കുട്ടികൾക്ക് വരുന്ന അസുഖങ്ങൾ അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ.